നമസ്തേ. 2026 വിഷുഫലം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു ഏറ്റവും നല്ല സമയത്തിലാണ് ഈ ഒരു വർഷം നമുക്ക് പോകുന്നത്. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വ്യാഴത്തിനൊരു മാറ്റം വരുന്നത്. അത് 3-ലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നാൾ നല്ല രൂപത്തിലാണ് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാതും പോയിരുന്നതെങ്കിലും നമുക്കത് 3-ലേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു മാറ്റങ്ങളുണ്ടാവും. പെട്ടെന്ന് ആ ഫ്ലോ ഒന്ന് നിന്ന് നമുക്ക് എന്തോ ഒരു പോലെ ഒരു ബ്ലോക്ക് ചെറുതായിട്ട് വരും. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. അതേപോലെ ഗണപതിക്ക് കറുകമാല കൊടുക്കുക. ഗണപതിക്ക് ഹോമവും ഉണ്ട്, അതേപോലെ മാലയും നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ ആ വിഘ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു മാറ്റത്തിൽ കുറച്ച് അങ്ങടും ഇങ്ങടും ആയിട്ട് നമുക്കൊരു മനപ്രയാസങ്ങളോ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ചെറിയ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-ലെ വ്യാഴം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. 3-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ മുറവിളി കൂട്ടും എന്ന് പറയും. അപ്പോൾ അതിൽ കുറച്ച് നാൾ, അതായത് വ്യാഴം ജൂൺ മാസത്തിന് ശേഷം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. രോഹിണി നക്ഷത്രം ബിസിനസ് അതൊന്നും ഒരു വിഷയമില്ല. ലാഭസ്ഥാനത്ത് ശനിയുണ്ട്. പിന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായ കർമ്മങ്ങളൊക്കെ നന്നായിട്ട് പോകും. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക വേണം. അതിലാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് പെട്ടെന്ന് എടുത്ത് ചാടാതെ ആലോചിച്ച് വീട്ടിലെല്ലാവരുടെ അടുത്തുനിന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അതാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങളും ഉള്ള ഒരു സമയമാണ് ഈ വർഷം രോഹിണി നക്ഷത്രം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. പിന്നെ ശനീശ്വരന് നന്നായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് മിൻവിളക്ക് ധാര ഇതൊക്കെ കൊടുക്കുക. ഒക്കെ ആണെങ്കിൽ നമുക്ക് മുൻകൂട്ടി നമുക്ക് എന്താണോ നമ്മൾ പറയുന്നത് അത് പെട്ടെന്ന് ഇരുന്ന് ചിന്തിക്കാനും നല്ലൊരു വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനും ഈശ്വരാധീനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം.